ഇടുക്കി ഉടുമ്പൻചോലയിൽ യുവാവിനെ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കൊല്ലപ്പെട്ട സോൾരാജിന്റെ സഹോദരി ഭർത്താവ് നാഗരാജാണ് പിടിയിലായത്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. തിങ്കളാഴ്ചയാണ് ഉടുമ്പൻചോല സ്വദേശി സോൾരാജിനെ വീട്ടിലെ കിടക്കയിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിലാണ് ഉടുമ്പൻചോല കാര്യത്തോട് ചിന്നത്തമ്പി എന്ന് വിളിക്കുന്ന പി നാഗരാജ് അറസ്റ്റിലായിരിക്കുന്നത്. കൊല്ലപ്പെട്ട സോൾരാജിന്റെ സഹോദരി ഭർത്താവാണ് പിടിയിലായ നാഗരാജ്. കൊലപാതകം നടന്ന ദിവസം പ്രതി നാഗരാജിനെ നെടുങ്കണ്ടം എക്സൈസ് 6 ലിറ്റർ മദ്യവുമായി അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി വീട്ടിലെത്തുമ്പോഴാണ് സോൾരാജ് മാതാപിതാക്കളെ ആക്രമിച്ച വിവരം നാഗരാജ് അറിയുന്നത്. തുടർന്ന് കേസിന്റെയും മർദ്ദനത്തിന്റെയും സമ്മർദ്ദത്തിൽ നാഗരാജ് കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. വീടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന സോൾരാജിന്റെ കഴുത്തറുത്താണ് കൃത്യം നടത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തു. മാതാപിതാക്കളെയും സഹോദരിയെയും തന്നെയും സോൾരാജ് സ്ഥിരമായി ആക്രമിച്ചിരുന്നതായി നാഗരാജ് പോലീസിന് മൊഴി നൽകി. ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം ഈ വീട്ടിലെ അച്ഛനമ്മയും വല്യമ്മയൊക്കെ ഉപദ്രവിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു. അത് ഈ മകളുടെ ഭർത്താവ് ഇത് അറിഞ്ഞിട്ട് ഉറങ്ങിക്കിടന്ന സോൾരാജിനെ കഴുത്തറുത്ത് കൊന്നതാണ്. സംഭവ ദിവസം രാത്രി സോൾരാജ് മദ്യപിച്ച് മയങ്ങി ഉറങ്ങിയ മുറിയിൽ കടന്നുകയറി പ്രതി കഴുത്തറുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സോൾരാജ് ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസം. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി സമീപത്തെ തോട്ടിൽ വലിച്ചെറിഞ്ഞ ശേഷം നാഗരാജ് കടന്നു കളഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയ നാഗരാജിന്റെ ഭാര്യ കവിതയാണ് സോൾരാജ് മരിച്ചു കിടക്കുന്ന വിവരം നാട്ടുകാരെ അറിയിച്ചത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണത്തിനൊടുവിലാണ് നാഗരാജിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് മലയാളം, ഇടുക്കി.